ഇനി ക്രിസ്ത്യാനിക്ക് അള്ളായെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പറ്റുമോ? പറ്റില്ല. പറ്റില്ല. ഇനി അള്ളായെ പ്രാർത്ഥിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതും കഴിയില്ല. പറ്റില്ല. അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് അള്ളായും ക്രിസ്തുവിനെയും പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. ഇല്ല. സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. എനിക്ക് ഒരു പ്രശ്നമില്ല. ദൈവങ്ങൾക്ക് ജാതി മതമൊന്നുമില്ലല്ലോ, അതൊക്കെ മനുഷ്യമാർക്കല്ലയോ. രാം ജന്മഭൂമി ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇന്ത്യ സനാതന ധർമ്മം വെച്ച് നമുക്ക് എനിക്കൊരു തുറന്നു പ്രശ്നമില്ല. കൊടുക്കണ്ടേ സാർ? പക്ഷേ എനിക്കൊന്നും കേൾക്കണ്ട. എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങള് എക്സ്ക്ലൂസീവ് മതങ്ങളാണ്. അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. അങ്കിള് പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. നിങ്ങൾ എന്നോട് പറയുന്നു നിങ്ങൾക്ക് സാൽവേഷൻ വേണം, അതിന് ഞങ്ങളുടെ കൂടെ വരണം. എനിക്ക് സാൽവേഷൻ സ്വർഗമല്ല, ഞാൻ വിശ്വസിക്കുന്നത് മോക്ഷത്തിലാണ്. നിങ്ങൾ ആദ്യം മനുഷ്യനാകാൻ നോക്ക്. നിങ്ങൾ ഒരു ജന്തുവായിട്ട് ജീവിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു, ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യനായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മിത്തായിട്ട് തോന്നില്ല. 34 വർഷം നിങ്ങളെക്കാളും വലിയ ഈ എന്താണ് റാഷണലിസ്റ്റും അതുപോലെ ആയി നടന്നവനാ ഞാൻ. അതിനോട് പ്രസക്തിയില്ല. ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ 50% അതിനോട് അടുത്തുള്ള മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് ഏതെങ്കിലും ജനാധിപത്യം ഉണ്ടോ? എന്താ അസുഖം? ഓ, കാര്യമായിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഇല്ല. എന്താണത്? ഇപ്പൊ എന്താണ് ബെൽജിയത്തിൽ നടക്കുന്നത്? എന്താണ് ഇംഗ്ലണ്ടിൽ നടക്കുന്നത്? ഞാൻ തമാശ പറഞ്ഞല്ല, നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ചിരി വന്നു പോയതല്ലേ. ഞാൻ നിങ്ങൾ പറയുന്നല്ലോ, വംശീയത. നിങ്ങൾ ഈ ഫിദായന്റെ കാര്യം വംശീയത, പറയുന്നത്. മാനവികതയോട് തിരിഞ്ഞു നിൽക്കുന്ന വംശീയത, racism. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, നമുക്കിത് വേണോ? അല്ല, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത് ഉണ്ടെങ്കിലേ അത് നിലനിൽക്കൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പോ ഈ വെരി വെരി ഡേഞ്ചറസ് പൊസിഷൻ. ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടല്ലേ ഈ മൈനോറിറ്റിക്ക് എത്ര സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നത്? ഹിന്ദുക്കൾ അല്ല, ഞാൻ പറയട്ടെ, ഈ ഭരണഘടനയെ വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമായിരുന്നല്ലോ ഹിന്ദുക്കൾക്ക്. ഇവിടെ എന്താ ചെയ്യാതിരുന്നത്? ആ ഭരണഘടന മാറ്റാൻ പറ്റാത്തൊന്നുമല്ല. ഇതാ ഞങ്ങളുടെ പ്ലാൻ. അന്തസ്സും ആത്മധൈര്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു. ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്. ഉറപ്പാണ് സാർ, മറ്റൊന്നുമില്ലല്ലോ. ഇല്ല സാർ. ഈ കേന്ദ്ര സർക്കാരുകൾ നിങ്ങൾ ഉണ്ടായിരുന്ന പറഞ്ഞ എന്താണ് കാശ്മീർ സംഭവിച്ചത്? ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിങ്ങൾ അവിടെ കാണണം. 62 ദിവസം പുറത്തിറങ്ങിയില്ല ഒരു MP. അതല്ല, അതൊക്കെ അവിടെ ഇനി 100 ദിവസങ്ങളും കിടക്കും. 100 കണക്കിന് ദിവസം ആവശ്യമാണെങ്കിൽ കിടക്കും. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. ഡെമോക്രസി അല്ല, ഞാൻ പറയുന്നത് ഡെമോക്രസിയെ രക്ഷിക്കാൻ ചിലരെ തട്ടേണ്ട വരും. ഒരു കാര്യം ഇത് നോക്കുക, നിങ്ങൾ മനുഷ്യനോ മൃഗമോ? ഇതിങ്ങനെയാണ്. അതായത് ഒരു വീടിനെ രക്ഷിക്കാൻ ഒരാളെ ഉപേക്ഷിക്കേണ്ടി വരും, ഒരു ഗ്രാമം രക്ഷിക്കാൻ ഒരു വീട് ഉപേക്ഷിക്കേണ്ടി വരും. അല്ല, ഏത് നാടകക്കാരാണ് എനിക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി തരുന്നേ? ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ഒരു ഗ്രാമം ഉപേക്ഷിക്കേണ്ടി വരും. പറയുന്ന അഖണ്ഡ ഭാരതം എന്നുണ്ടായത്? അഖണ്ഡ ഭാരതം 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന അമ്നീഷ്യ വന്നുകൊണ്ടാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ നോക്കുക ചന്ദ്രഗുപ്ത മൗര്യനിലേക്ക്. അന്ന് ഭാരതമില്ല. അല്ല, അത് ചോള രാജാവിനോട് ഈ അഖണ്ഡ ഭാരതത്തെ കുറിച്ച് പറഞ്ഞു. ചോള രാജാവിനോടല്ല. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എല്ലാം അവരുടെ കീഴിലായിരുന്നു. യൂണിഫൈഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗോവ എന്നാ യൂണിഫൈ ചെയ്തത്? ആഫ്റ്റർ ഇന്ത്യ. അവൻ കലക്കി ഭാര്യ പ്രതിയായത് എത്ര പെട്ടെന്നാ. TP സെൻകുമാറിനോട് പ്രതികരിക്കാനും വിയോജിക്കാനും സംവദിക്കാനുമായി ഒരു യുവ നേതാവ് എത്തിയിട്ടുണ്ട്. ഹാജരാക്കാൻ അനുവദിക്കണം. ജെയ്ക് സി തോമസ്, വെൽക്കം സർ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായി. അങ്ങ് എന്തുകൊണ്ടാണ് രാജ്യത്തെ ചെറുപ്പക്കാർ, കർഷകർ, വിദ്യാർത്ഥികൾ, അധസ്ഥിതർ, അരികുവൽക്കരിക്കപ്പെട്ടവർ, ഈ മനുഷ്യരായ മനുഷ്യരൊക്കെയും അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങ് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അത് എന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം എന്താ? തനിക്ക് ആരാ അധികാരം തന്നെ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവരാച്ച. ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് തൊഴിലില്ലാതെ പോയത്? നിങ്ങൾ ഇവിടെ BJP ഒന്നും ഞാൻ BJP-കാരനല്ല. ഞാനല്ല ഉത്തരം പറയേണ്ടത്, നിങ്ങളാണ് ഉത്തരം പറയുന്നത്. മോനെ, നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. ഇവിടെ മണ്ണ് വാരി തിന്ന കുട്ടികളുള്ളപ്പോൾ ഹെലികോപ്റ്ററിൽ 1,37,00,000 രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ എടുക്കണം. മുഖ്യമന്ത്രി ഇപ്പോഴും കൊറിയയിലും ജപ്പാനിലും.
വെറുതെ അവന്റെ വായിച്ചിരിക്കണ എന്തിനോടാ കേൾക്കണേ? പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. നിങ്ങൾ ഈ പറയുന്ന ചൈന, നിങ്ങളുടെ മാതൃരാജ്യമായിട്ട് ചൈനയിൽ സിംഗ്യ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട്. അവിടെ 30 ലക്ഷം മുസ്ലിം ആൾക്കാരെയാണ് ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നീതി, തുല്യത, ഇതോ എപ്പോൾ കിട്ടുന്നോ അതോടുകൂടി ഈ പ്രശ്നം തീരും. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പക്ഷേ ആ തുല്യത നിങ്ങൾ അവകാശപ്പെടുന്നത് സെൻകുമാർ ഇനിയും മനസ്സിലാവാത്തത് ഇന്ത്യൻ ഭരണഘടന മുന്നിലേക്ക് വയ്ക്കുന്ന ജസ്റ്റിസ് എന്ന സങ്കല്പത്തിന് വിരുദ്ധമായിട്ടാണ്. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. മൈനോറിറ്റിക്ക് മെജോറിറ്റിയുടെ അവകാശങ്ങൾ ഉണ്ടാവും. കിട്ടുമോ സാർ? കിട്ടൂല രാജ്യത്ത് അതെങ്ങനെയാണ്? അവർക്ക് ഗ്യാരണ്ടീഡ് ആണ്. ശങ്കരദാസ് സാർ ആരാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ ഏറ്റില്ല. അവനാണ് കമ്മ്യൂണിസ്റ്റ്. സർ, നീതിക്കും അനീതിക്കും മുന്നിൽ ഒരു നിഷ്പക്ഷത എങ്ങനെ മാധ്യമങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും? ബീഫ് കഴിക്കാൻ അനുവദിക്കാത്തൊരു സമൂഹത്തിൽ ബീഫ് കേസ് വന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന രാജ്യത്ത് മാധ്യമങ്ങൾക്ക് നിശബ്ദമായിരുന്നാൽ അതാണോ നീതി? ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. നിങ്ങളിവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി, നിങ്ങൾ എന്തുകൊണ്ട് പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയില്ല? എത്രയോ ആളുകൾ കഴിക്കുന്നു. പോർക്ക് ബാൻ ഉണ്ടോ സാർ? എന്ത് പറ്റിയടാ ഞാൻ ചോദിക്കുന്നു സാർ, ഇവിടെ പോർക്ക് ബാൻ ഇല്ല. അല്ല, ബാൻ ഇല്ല എന്നല്ല, ബാൻ ഉള്ളതിനെതിരെയല്ലേ നിങ്ങൾ പ്രതിഷേധം നടത്തുന്നത്? പോർക്കൊന്ന് കഴിച്ചു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എത്ര പ്രവേശനത്തിലേക്ക് സമരം നടത്തുന്നത് നിങ്ങൾ കള്ളുഷാപ്പി നടത്താത്തത് എന്താണെന്ന് ചോദിക്കുന്ന പോലെ അല്ല, അത് എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഒരു മതം ഒരു പർട്ടിക്കുലർ സാധനത്തിനെ വളരെ ദൈവികമായി കാണുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള വിശാലതയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. സാർ, രണ്ടാമത് നോക്കാം. പക്ഷെ അതേസമയം മറ്റൊരു വിഭാഗത്തിന്റെ ഭക്ഷണ സാധനം കൂടിയാണെങ്കിൽ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഭക്ഷണ സാധനം. എന്ത് വിവരക്കേടാണ് പറയുന്നത്? സാർ, മെജോറിറ്റിയുടെ അവകാശം മൈനോറിറ്റിക്കും അല്ല, മെജോറിറ്റി സിമ്പിൾ അവകാശം അല്ല അത്. അപ്പൊ അവർക്ക് സിമ്പിൾ അല്ല. അല്ല, അപ്പൊ ഈ മൈനോറിറ്റിയുടെ ടോട്ടലി കൺഫ്യൂസിംഗ് ആണ്. അല്ല, ടോട്ടലി കൺഫ്യൂസിംഗ് അല്ല. മണ്ടത്തരം പറയാറ വെട്ടി. നിങ്ങളാണ് കൺഫ്യൂസിങ്. നോക്കൂ, ഈ ഭക്ഷണം എന്ന് പറയുന്നത് പശു മാത്രമേ ഉള്ളൂ. എനിക്ക് ഭക്ഷണം പശുവാണെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ. അല്ല, നിങ്ങൾക്ക് അമ്മയെ കൊന്ന് കഴിക്കാൻ പറ്റുമോ? That's totally different. അല്ല, ഇപ്പൊ അതെങ്ങനെ? എന്റെ അമേരിക്കയില് അമ്മയല്ല പശു. അല്ല, അമേരിക്കയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മയല്ല പശു. അല്ല, നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അതാ ഞാൻ ഈ പറഞ്ഞത്. അതാണ് സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ. വലിയ ഭൂരിപക്ഷം അവരുടെ ഒരു എന്താണ് പ്രത്യേക ഇതിൽ കാണുന്ന ഒരു അതിനെ മാത്രം നിങ്ങൾ എടുക്കുക. അത് ഞാൻ അനുസരിക്കണമെന്നാണ്. അല്ല, ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? ഏത് ആ വലിയ ഭൂരിപക്ഷത്തെ ഞാൻ അനുസരിക്കണം. അതല്ല, ഭൂരിപക്ഷത്തിന് ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും. അപ്പൊ അതായിരുന്നല്ലേ മനസ്സിൽ? ഭൂരിപക്ഷത്തിന് ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും. വേറെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? രാവിലെ ഒന്നും കഴിച്ചില്ലേ? പോയി പണിയൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ മലപ്പുറത്ത് പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയിട്ട് വാ, അപ്പൊ ഞാൻ ഉത്തരം പറയാം. ധൈര്യമുണ്ടോ മലപ്പുറത്ത് പോർക്ക് ഫെസ്റ്റ് നടത്താൻ? ഞാൻ ആവർത്തിച്ച് ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു. എന്താ സംഭവം? പറ കേക്കട്ടെ. നിരോധിക്കപ്പെടുന്നത് കേരളത്തിൽ സഹജമായി മനുഷ്യർ കഴിക്കുന്ന ഏത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും, അത് മലപ്പുറത്താണെങ്കിലും മൂന്നാറിലാണെങ്കിലും തൊടുപുഴയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും അവിടെ ഫെസ്റ്റ് നടത്താൻ ഞങ്ങൾക്ക് ആരെയും ഭയവുമില്ല, ഞങ്ങൾക്ക് ആരെയും പേടിയുമില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. നിങ്ങളെ നയിക്കുന്നത് സവർണ ജാതി ബോധമാണ്, വരേണ്യ ബോധമാണ് നിങ്ങളെ നയിക്കുന്നത്. അത് RSSന്റെ ബോധമാണ്. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട. ഈ RSSലും BJPയിൽ ഇപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ BJP മെമ്പർ അല്ല. ഇതും കൂടി കൂട്ടി 21,315 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരുടെ മാതൃരാജ്യം ചൈനയാണ്. എന്റെ മാതൃരാജ്യം ഇന്ത്യയാണ്. എന്റെ മാതൃരാജ്യം നിശ്ചയിക്കേണ്ട ആൾ അങ്ങയുമല്ല. വെറുതെ എന്റെ പുറകെ നടന്ന് തന്റെ ജന്മം കളയല്ലേ. അങ്ങ് വന്ന് ചൈനയാണെന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്ന മാതൃരാജ്യം ചിലപ്പോൾ RSSന്റെ ശാഖയിൽ ഇരിക്കുന്നവർക്ക് കാണും, ഞങ്ങൾക്ക് കാണില്ല. ഞങ്ങളുടെ മാതൃരാജ്യം എല്ലായ്പ്പോഴും അത് ഇന്ത്യ തന്നെയാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നിങ്ങൾ ദേശീയതയുടെ ദേശവിരുദ്ധതയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് പറയുന്നു. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ദേശീയതയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? 2000 ആണ്ട് വരെ RSSന്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ പതാക നിങ്ങൾ ഉയർത്തിയിരുന്നോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പരുക്കുപറ്റിയ ഒരു പ്രകടനം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എങ്കിലും വീണ് പരുക്കുപറ്റിയ ഏതെങ്കിലും ഒരു RSS പ്രവർത്തകന്റെ പേര് സൂചിപ്പിക്കാറുണ്ടോ? നീ ഇങ്ങനെ ഹരീഷ് കിണാറിന്റെ ഫിഗറും വെച്ച ബാലങ്കനാരോട്ട് പെരുമാറില്ല എന്റെ ഗണപതി. ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ ആരാണ് വീർ സർവാർക്കർ എന്നോ ആരാണ് ഡോക്ടർ ജി എന്നോ അറിയില്ല. എത്ര വർഷം അദ്ദേഹം അവിടെ കിടന്നു. ബാക്കി എല്ലാവരും അതേ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പുറത്തു വന്നത്. ബിനോയ്, കാര്യം തെളിച്ചു പറ. ഒരാൾ മാത്രമല്ല, അവിടെ നിന്ന് പുറത്തു വന്ന എല്ലാവരും ഇതേ വല്ലാത്തൊപ്പായി പോയി. അതിലേറെ തവണ അല്ലല്ല. ഈ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. തവണയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത്
അവിടെ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഇപ്പൊ ഇവരെന്താണ് തന്ത്രപരമായ നിലപാടായിരുന്നു ആയിരിക്കണമല്ലോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എനാസിസ് ബട്ട് എനാസ് ദോ ഹി കാരീസ് ഗോൾഡ്, എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ. ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും.